ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. കേരളവും 26-ന് ബൂത്തിലേക്ക്. മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് റീപോളിംഗ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി തമിഴ്നാടിന്റെ ഡി ഗുഗേഷ്. 4 വർഷ ബിരുദ കോഴ്സ് പാസ്സായവർക്ക് ഇനി മുതൽ നെറ്റ് പരീക്ഷ എഴുതാനും PhDക്ക് ചേരാനും യോഗ്യതയുണ്ടെന്ന് UGC. മാലദ്വീപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിനും ഭരതനാട്യം നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനും രാഷ്ട്രപതി മുർമു പത്മവിഭൂഷൺ സമ്മാനിക്കും. ബിദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം നൽകും. നടൻ മിഥുൻ ചക്രവർത്തി, ഗായിക ഉഷ ഉദുപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കും. രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടമായി ഈ മാസം 26-നാണ് പോളിംഗ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രം ശേഷിക്കെ റാലികളും റോഡ് ഷോകളും നടത്തി കളം നിറഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിലെ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും രണ്ടാം ഘട്ടത്തിലാണ് നടക്കുക. ത്രിപുരയിലെയും ജമ്മു കാശ്മീരിലെയും ഒരു ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാരിയിലും ഇന്നലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് പശ്ചിമബംഗാളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ബീഹാറിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. BSP അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിൽ ശക്തമായ പ്രചാരണത്തിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ റാഞ്ചിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അലിഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഈ മാസം 26-നാണ് അലിഗഡിൽ വോട്ടെടുപ്പ്. 3ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചിരുന്നു. 3ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഗുജറാത്തിൽ 328 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. സൂറത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുബാനിയുടെ പത്രിക തള്ളി. കോൺഗ്രസിന്റെ ബദൽ സ്ഥാനാർത്ഥി സുരേഷ് പക്ഷാലയുടെ പത്രികയും അസാധുവാക്കി. ഇതോടെ സൂറത്ത് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും മത്സരരംഗത്തില്ല. അതേസമയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള 27 സ്ഥാനാർത്ഥികളുടെ പത്രിക സാധുവായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 433 സ്ഥാനാർത്ഥികളും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി 37 സ്ഥാനാർത്ഥികളുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മെയ് 7-നാണ് പോളിംഗ്. മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കും. ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ വോട്ടെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. മണിപ്പൂരിന്റെ വെള്ളിയാഴ്ച നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2024-ലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഈ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ ആൾക്കൂട്ട അക്രമവും കലാപവും ഉണ്ടാവുകയും വോട്ടിംഗ് യന്ത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ 7-ഉം ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ 4 പോളിംഗ് സ്റ്റേഷനുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. ഇവിടെ അധിക സുരക്ഷ ഏർപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്നലെ ഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 11 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ പുറത്തിറക്കിയത്. ജാർഖണ്ഡിലെ റാഞ്ചി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് യശസ്വിനി സഹായ്, ഗോഡ മണ്ഡലത്തിൽ നിന്ന് ദീപിക പാണ്ഡെ എന്നിവർ മത്സരിക്കും. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 9 പേരാണ് പട്ടികയിലെ മറ്റുള്ളവർ.
കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കായി സജീവമായി രംഗത്തുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർഗോഡും ബൃന്ദ കാരാട്ട് പത്തനംതിട്ടയിലും പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. CPI ജനറൽ സെക്രട്ടറി D. രാജ കണ്ണൂരിൽ പ്രചാരണത്തിനിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ മട്ടന്നൂരിലും വൈകിട്ട് ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ റദ്ദാക്കിയതായി KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ അറിയിച്ചു. ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണന്റെ ആലുവയിലെ പര്യടനം BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ജനറൽ VK സിംഗ് ഉദ്ഘാടനം ചെയ്യും. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത് വിശ്വശർമ്മ ഇന്ന് കൊടുങ്ങല്ലൂരിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. തൃപ്പൂണിത്തറയിൽ റോഡ് ഷോ നടത്തും. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ ഇന്ന് വൈകിട്ട് നെടുമങ്ങാട് മുതൽ ആറ്റിങ്ങൽ വരെ മഹിളാ മോർച്ച സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കാനഡയിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ 17-കാരൻ D. ഗുകേഷിന് ചരിത്ര നേട്ടം. നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറന് എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ചെസ്സിൽ വമ്പൻ താരങ്ങളെ വീഴ്ത്തി തമിഴ്നാടിന്റെ ഗുകേഷ് ഒന്നാമതെത്തി. കാൻഡിഡേറ്റ്സ് ചെസ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടവും ഗുകേഷ് സ്വന്തമാക്കി. മാരത്തൺ റേസ് വാക്ക് മിക്സഡ് റിലേ ഇനത്തിൽ പ്രിയങ്ക ഗോസ്വാമിയും അക്ഷദീപ് സിംഗും ഇന്ത്യയ്ക്കായി പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ യോഗ്യത നേടി. ഞായറാഴ്ച നടന്ന ലോക അത്ലറ്റിക്സ് റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ 18ാം സ്ഥാനത്തെത്തിയതോടെയാണ് ഇവർക്ക് ഒളിമ്പിക് ബർത്ത് ലഭിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒറ്റ റൺ വിജയം. 223 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമുയർത്തിയ കൊൽക്കത്തയെ അവസാന നിമിഷം വരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് കീഴടങ്ങിയത്. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെടുത്തി. 4 വർഷ ബിരുദ കോഴ്സ് പാസ്സായവർക്ക് ഇനി മുതൽ നെറ്റ് പരീക്ഷ എഴുതാനും PhDക്ക് ചേരാനും യോഗ്യതയുണ്ടെന്ന് UGC അറിയിച്ചു. 75% മാർക്കോ തത്തുല്യമായ ഗ്രേഡോ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരം. നിലവിൽ 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം നേടിയവർക്കാണ് നെറ്റ് പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ളത്. മാലദ്വീപിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 88 സീറ്റിലെ ഫലം പുറത്തുവന്നപ്പോൾ 66 എണ്ണത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സിയുടെ PNC വിജയിച്ചതായി മാലദ്വീപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രധാന എതിരാളികളായ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. തെക്കൻ ഗാസയിലെ ഇസ്രായേൽ നടത്തിയ 2 വ്യോമാക്രമണങ്ങളിൽ 14 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ 18 പേർ രാത്രിയിൽ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിൽ സഹായം എത്തിക്കുന്നതിനടക്കം ഇസ്രായേലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ കൂടുതൽ ധനസഹായം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. 23 ലക്ഷം ഗാസ നിവാസികളിൽ പകുതിയിലധികം പേരും അഭയം തേടിയ റഫയിൽ ഇസ്രായേൽ എല്ലാ ദിവസവും വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 34,000 കടന്നു. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഫ്രാൻസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഫ്രഞ്ച് ബഹിരാകാശ കമാൻഡും അദ്ദേഹം സന്ദർശിക്കും. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ പ്രത്യക്ഷ നികുതി വരവ് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 17.7% ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 16.64 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 19.58 ലക്ഷം കോടി രൂപയിലെത്തി. കേരളത്തിൽ വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നു. 10 ജില്ലകളിൽ ബുധനാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസം കൂടെ കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് റിപ്പോർട്ട്. പശ്ചിമബംഗാളിലെ ഗംഗാതീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒഡീഷയിലും ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി തമിഴ്നാടിന്റെ D. ഗുകേഷ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. രാജ്യത്ത് 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. കേരളവും 26 ബൂത്തിലേക്ക്. മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് റീപോളിംഗ്. 4 വർഷ ബിരുദ കോഴ്സ് പാസ്സായവർക്ക് ഇനി മുതൽ നെറ്റ് പരീക്ഷ എഴുതാനും PhDക്ക് ചേരാനും യോഗ്യതയുണ്ടെന്ന് UGC. മാലദ്വീപിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.